ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് EP ജയരാജനെ മാറ്റിയത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല, ഞാനല്ലേ, ഞാൻ പാർട്ടിന്റെ ഭാഗമല്ലേ. നിങ്ങൾ ദയവ് ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് കാണും. അതാണ് നിങ്ങൾക്ക് അങ്ങനെ പലതിലും കാണാൻ കഴിയില്ല, അത് വേറെ പ്രശ്നം. അതങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് EP ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല EP ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. നാളെ എന്നെ മാറ്റിന്ന് വരും. ഞങ്ങളെല്ലാം CPM-ന്റെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അങ്ങനെ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അല്ല, അത് യോജിപ്പുണ്ടോ എന്നുള്ളത്. അതിൽ അങ്ങനെ എല്ലാ അഭിപ്രായങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഷംസീർ കണ്ടത്, ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിൽ സംശയമുണ്ടോ? ഇത് ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന് അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോൾ പ്രതികരിക്കണമെന്നുണ്ടോ? സ്വന്തമാണെങ്കിൽ അതൊക്കെ വേറെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക. അങ്ങനെയല്ലേന്ന്. ഗവർണർ സ്വതന്ത്ര പദവിയല്ലേ? ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വതന്ത്ര പദവിയില്ലേ? അവർ ചിലപ്പോൾ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പങ്കെടുക്കുന്നില്ലേ? എല്ലാ ഗവർണർമാരുടെയും വീട്ടിലിപ്പം രാവിലെ എന്താ നടക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നത്. ഇത്രയും പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. ഒരാൾ നല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള. അപ്പം RSS ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് RSS അല്ലേ? അതെങ്കിലും അറിഞ്ഞൂടെ? RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? ഇന്ത്യയിൽ CPM ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെ എല്ലാം എതിർക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നത്. ചെറിയൊരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്പിലോ അതാണ് ഈ കേരളത്തിൻ്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ച് കൊണ്ടുപോകരുത്. എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് എന്നുള്ളത് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എത്ര ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട്, എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നരകം. നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ ആരും എന്നോട് ചോദിച്ചോ? നിങ്ങൾക്കൊരു ADGP, ഇതിലായിരിക്കണം മുഖ്യമായ ആലോചന. നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു സൗഹൃദ സംഭാഷണമായിട്ട് കണക്കാക്കിയാണ്. മാധ്യമപ്രവർത്തകരുടെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ ഫോൺ ചോർത്തുന്നത് ഗവർണർ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഫോൺ ചോർത്തൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? അതിനോടെന്താ മുന്നണിയുടെ സമീപനം? ഫോൺ ചോർത്തതിനോട് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കാർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ
ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അന്വേഷിക്കാൻ പോകും. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ട ആളുകളല്ലേ, നമുക്ക് ഇനിയും കാണാമല്ലോ.